MLA VSനെ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനാക്കുമ്പോൾ ഉണ്ടാകുന്ന ഇരട്ട പദവി തടസ്സം ഒഴിവാക്കുന്നതിനാണ് അയോഗ്യതകൾ നീക്കം ചെയ്യൽ ഭേദഗതി ബിൽ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ബില്ലിനെതിരെ പ്രതിപക്ഷം തടസ്സവാദം ഉന്നയിച്ചു. ഒരു അടിയന്തര പ്രാധാന്യവും ബില്ലിനില്ലെന്നും CPMലെ വിഭാഗീയതയുടെ ഉൽപ്പന്നമാണ് ഭരണപരിഷ്കരണ കമ്മീഷനെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ബിൽ പ്രാബല്യത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അധിക ചെലവിനെക്കുറിച്ച് പരാമർശിക്കാത്തതും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. CPMൽ നടന്നുവരുന്ന വിഭാഗീയതയുടെ ഉൽപ്പന്നമാണ് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ. സർ, അതുകൊണ്ട് ശ്രീ AK ബാലൻ നിയമമന്ത്രിയുടെ പറഞ്ഞതുപോലെ ഭാരത സർക്കാരിൻ്റെയോ കേരള സർക്കാരിൻ്റെയോ സഞ്ചിത നിധിയിൽ നിന്നല്ല ഇതിന്റെ ചെലവ് വഹിക്കേണ്ടത്, പോളിറ്റ് ബ്യൂറോന്റെ സഞ്ചിത നിധിയിൽ നിന്നാണ് ഇതിന്റെ ചെലവ് വഹിക്കേണ്ടത്. എന്നാൽ കമ്മീഷൻ രൂപീകരിക്കുന്നതിനല്ല നിയമ ഭേദഗതി എന്ന് പറഞ്ഞ നിയമമന്ത്രി AK ബാലൻ K കരുണാകരനെ ചൂണ്ടി പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടിയും നൽകി. സർ, ഈ ബില്ലിന്റെ ഭാഗമായി ഞങ്ങൾ ആരെ ചെയർമാനാക്കണം ആരെ ചെയർമാനാക്കണ്ട എന്നൊന്നും തീരുമാനിച്ചിട്ടേയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ മെമ്പർമാരോട് പറയാം, ഒരിക്കലും K കരുണാകരന്റെ അനുഭവം ഈ കേരള രാഷ്ട്രീയത്തിൽ സഖാവ് VSനുണ്ടാകും. ചർച്ചയ്ക്ക് ശേഷം നിയമ ഭേദഗതി ബിൽ സ്പീക്കർ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ശേഷം ഈ മാസം 19-ന് ബിൽ സഭ പാസാക്കും. മീഡിയ 1 തിരുവനന്തപുരം.